Good morning, my dears. Next, our topic capacity utilization in case of service and manufacturing organization. അതായത് കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ എന്ന് പറയുമ്പോൾ ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് അവൈലബിൾ റിസോഴ്സസ്. അവിടെയാണല്ലോ നമ്മൾ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. എത്രമാത്രമാണ് നമ്മളതിൻ്റെ കപ്പാസിറ്റി യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നത്, എത്രമാത്രം നമ്മളത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതിനാണ് നമ്മളവിടെ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആക്ച്വൽ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ മാക്സിമം ഔട്ട്പുട്ട് ഇൻറ്റു 100. എത്രമാത്രം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും, അതിൽ നമ്മൾ എത്രമാത്രം പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അതിൻ്റെ പേഴ്സൻറ്റേജിനെയാണ് നമ്മൾ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. മുഴുവനും നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ, അത് എത്രയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്, ആ റേറ്റിനെയാണ് നമ്മൾ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് അല്ലേ. കപ്പാസിറ്റി യൂട്ടിലൈസേഷനെ കുറിച്ച് വ്യക്തമായിട്ട് മുമ്പേ പഠിച്ചിട്ടുള്ളതാണ്. ഇനി നമ്മൾ പറയുന്നത് കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ ഇൻ കേസ് ഓഫ് സർവീസ് ആൻഡ് മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻ. അതായത് സർവീസ് ഓർഗനൈസേഷൻ ആണെങ്കിലും അതുപോലെ തന്നെ മാനുഫാക്ചറിങ് ഫേംസുകളൊക്കെ ആണെങ്കിലും അവിടുത്തെ കപ്പാസിറ്റി നമ്മൾ എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത് എന്നൊന്ന് പരിചയപ്പെടാമെന്ന് മാത്രം. നിങ്ങൾക്കറിയാലോ, ബാങ്കിങ്, ട്രാൻസ്പോർട്ടേഷൻ, ഹോസ്പിറ്റൽസ്, ദെൻ തിയേറ്റർ, സിനിമ, ഇവിടെയൊക്കെ നമ്മളവിടെ ഏത് ടൈമാണ് ഉപയോഗിക്കുക, സർവീസ് ഓർഗനൈസേഷനാണ്. ദെൻ പ്രൊഡക്റ്റീവ് സെൻറ്റേഴ്സിനെയാണ് നമ്മളവിടെ മാനുഫാക്ചറിങ് സെൻറ്റേഴ്സ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്തരം സ്ഥാപനങ്ങളിലൊക്കെ കപ്പാസിറ്റി യൂട്ടിലൈസേഷനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ അവിടെ ഫസ്റ്റ് വൺ ഈസ് കപ്പാസിറ്റി യൂട്ടിലൈസേഷനിലെ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ ഇൻ കേസ് ഓഫ് സർവീസ് ആൻഡ് മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻ ഈസ് ഡിസ്കസ്ഡ് ഇൻ ദ ഫോളോയിങ് സെക്ഷൻ. Capacity of many service firms is dictated by the physical arrangement of capital facilities whose utilization varies seasonally, weekly or even daily. അതായത് കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത് എനിക്ക് സർവീസ് ആൻഡ് മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻ ആണ് നമ്മൾ ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ദ കപ്പാസിറ്റി ഓഫ് മെനി സർവീസ് ഫേംസ് ഈസ് ഡിക്റ്റേറ്റഡ് ബൈ ഫിസിക്കൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ ഫെസിലിറ്റീസ് ഹൂസ് യൂട്ടിലൈസേഷൻ വാരീസ് സീസണലി, വീക്ക്ലി ഓർ ഈവൻ ഡെയിലി. അതായത് ചിലപ്പോൾ വൺ ഓഫ് ദി എക്സാമ്പിൾ പറയുകയാണെന്ന് ചിലപ്പോൾ ഒരു ഹോട്ടലിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവിടെ 1000 പേർക്കുള്ള സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഒരു 200 പേർക്കുള്ള സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അത്ര ഒക്കെ നമുക്ക് വ്യത്യസ്ത തരത്തിലുള്ള സീറ്റിംഗ് കപ്പാസിറ്റീസ് ആയിരിക്കും. അതിൽ നമ്മൾ എത്രയാണ് യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത്, അത് ചിലപ്പോൾ ദിവസം വ്യത്യാസം വരാം, ചിലപ്പോൾ ഒരാഴ്ചയിൽ വ്യത്യാസം വരാം, ചില സീസണിൽ വളരെ വലിയ വ്യത്യാസം വരാം, ചില സീസണിൽ ഫുൾ കപ്പാസിറ്റി യൂട്ടിലൈസ് ചെയ്യണം, ചില ഓഫ് സീസണിലൊക്കെ ആണെങ്കിൽ ഒട്ടും തന്നെ അവിടുത്തെ സീറ്റിംഗ് കപ്പാസിറ്റി ഒന്നും നമുക്ക് യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള വ്യത്യാസങ്ങളൊക്കെ നമുക്ക് അവിടെ ഉണ്ടാവാം. അപ്പോൾ അതാണ് നമ്മളോട് പറയുന്നത്, അവിടെ എങ്ങനെയാണ് അതിൻ്റെ കപ്പാസിറ്റി യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നത് എന്ന്. ഏതൊക്കെയാണ് സം എക്സാമ്പിൾസ് നമുക്ക് തരികയാണ്, ഏതൊക്കെ ഫീൽഡിലൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് സീറ്റിംഗ് കപ്പാസിറ്റി യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നത്. സം എക്സാമ്പിൾസിൽ ഫസ്റ്റ് എക്സാമ്പിളായിട്ട് പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ ഫീൽഡിനെ കുറിച്ചിട്ടാണ്. ഫസ്റ്റ് വൺ ഈസ് ട്രാൻസ്പോർട്ടേഷൻ ഫീൽഡ്. ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുമ്പോൾ തന്നെ അതെന്താണ്, അതൊരു സർവീസ് ഇൻഡസ്ട്രി ആണെന്ന് അറിയാം. ട്രാൻസ്പോർട്ടേഷൻ അത് സർവീസ് ഇൻഡസ്ട്രിയാണ്. ദെൻ സർവീസ് ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം സച്ച് ആസ് എയറോപ്ലെയിൻ, ട്രെയിൻ, ദറ്റ് ഈസ് എയറോപ്ലെയിൻ, ട്രെയിൻസ്, ബസ്സസ് ആൻഡ് other traveling vehicles have fixed capacity according to the number of seats available. ഇപ്പോൾ ഒരു ബസ്സിലാണെങ്കിലും ഫ്ലൈറ്റിലാണെങ്കിലും ട്രെയിനിലൊക്കെ ആണെങ്കിലും ഒരു ഫിക്സഡ് കപ്പാസിറ്റീസ് ഉണ്ട് അല്ലേ. ടാക്സി, ഇതിലൊക്കെ നമുക്കൊരു ഫിക്സഡ് കപ്പാസിറ്റി ഉണ്ട്, ഇത്ര പേർക്കാണ് നമുക്കതിൽ കയറാനായിട്ട് സാധിക്കുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ വൺ ഓഫ് ദി എക്സാമ്പിൾ പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തെക്കുറിച്ച്. ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം സച്ച് ആസ് എയറോപ്ലെയിൻ, ട്രെയിൻ, ബസ്സസ് ആൻഡ് ഹാവ് എ ഫിക്സഡ് കപ്പാസിറ്റി അക്കോർഡിംഗ് ടു ദ നമ്പർ ഓഫ് സീറ്റ്സ് അവൈലബിൾ. Capacity utilization is measured by the ratio of number of seats filled to the number of seats available. അവിടെ capacity utilization is measured by ratio of number of seats filled to the number of seats available. അവിടെ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ എങ്ങനെയാണ് നമുക്കവിടെ മനസ്സിലാക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് അവിടെ എക്സാമ്പിൾ പറയുന്നത് എന്താണ്, ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് സീറ്റ്സ് ഫിൽഡ്, എത്രമാത്രം സീറ്റ് ഫില്ലായിട്ടുണ്ട്, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സീറ്റ്സ് അവൈലബിൾ. അവിടെ സീറ്റ്സ് ഫിൽഡ് divided by seats available into 100 അങ്ങനെയാണ് പറയുക അല്ലേ. അതായത് ട്രാൻസ്പോർട്ടേഷൻ എടുക്കുമ്പോൾ സീറ്റ്സ് ഫിൽഡ് ഡിവൈഡഡ് ബൈ സീറ്റ്സ് അവൈലബിൾ. അതായത് നമ്മൾ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ പഠിച്ചതാണ്. അപ്പോൾ നമ്മൾ പഠിച്ച ഫോർമുല എന്താണ്, ആക്ച്വൽ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ മാക്സിമം ഔട്ട്പുട്ട് ഇൻറ്റു 100. എത്ര ഔട്ട്പുട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ
അതിൽ എത്രയാണ് നമ്മൾ ആക്ച്വലി പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കണേ, ദെൻ അത് തമ്മിലുള്ള പ്രൊപ്പോർഷൻ, അതായത് ആക്ച്വൽ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ മാക്സിമം ഔട്ട്പുട്ട് ഇൻറ്റു 100. അപ്പോൾ അത്രയും കപ്പാസിറ്റിയാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യണതെന്ന് പറയാം. ഇവിടെ നമ്മൾ അതിനെ പറഞ്ഞാണ് സീഡ്സ് ഫിൽഡ്, എത്രമാത്രം സീറ്റ് ഫില്ലായിട്ടുണ്ട്, സീഡ്സ് ഫിൽഡ് ഡിവൈഡഡ് ബൈ സീഡ്സ് അവൈലബിൾ, എത്രമാത്രം സീറ്റ് ഫില്ലായിട്ടുണ്ട് ഡിവൈഡഡ് ബൈ സീഡ്സ് അവൈലബിൾ ഇൻറ്റു 100. നമുക്ക് അങ്ങനെ എടുക്കാം, സീഡ്സ് ഫിൽഡ് ഡിവൈഡഡ് ബൈ സീഡ്സ് അവൈലബിൾ ഇൻറ്റു 100. ദെൻ ആ ഒരു പേഴ്സൻറ്റേജിന് നമുക്ക് എന്താ പറയുക കണ്ടുപിടിക്കാം. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് പറയാം, എത്രമാത്രമാണ് അവിടെ യൂട്ടിലൈസേഷൻ കപ്പാസിറ്റി ഉള്ളത്. 55 സീറ്റ് ഉള്ളതിൽ 30 സീറ്റ് മാത്രമാണ് അന്ന് ഫില്ലായിട്ടുള്ളൂ എങ്കിൽ നമുക്ക് എന്താ പറയാം 30 ഡിവൈഡഡ് ബൈ 55 ഇൻറ്റു 100. ഫ്ലൈറ്റിൽ എത്ര സീറ്റാണോ ദെൻ അതിൽ എത്രമാത്രം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെന്ന് വെച്ചാൽ നമുക്കത് പറയാം. അതേപോലെ തന്നെ ഹോട്ടലിൽ എത്ര മാക്സിമം കപ്പാസിറ്റി ഉണ്ടോ അതിലെത്ര സീറ്റ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്, ദെൻ അവിടെയാണ് നമ്മൾ പറയുക എന്താണ് ആക്ച്വൽ യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ transportation system such as aeroplane, train, buses and the like have fixed capacity according to the number of seats available. Capacity utilization is measured by the ratio of number of seats filled to the number of seats available. At certain times of the day, such as morning and early evening, some transportation systems such as inner city buses and metro trains are filled to capacity with lines of people waiting. അതായത് ഇപ്പം നിങ്ങൾക്കറിയാം ചിലപ്പോൾ അറ്റ് സെർട്ടൻ ടൈംസ് ഓഫ് ദ ഡേ, ഒരു ദിവസത്തിലെ മോർണിംഗ് സെഷനും അതുപോലെ തന്നെ ആഫ്റ്റർനൂൺ സെഷനും എന്നൊക്കെ പറയുമ്പോൾ വളരെ വലിയ റഷ് ഉണ്ടായിരിക്കുന്ന ഒരു സമയമാണ് അല്ലേ. അപ്പോൾ തന്നെ അവിടെ പറയുന്നത് അറ്റ് സെർട്ടൻ ടൈം ഓഫ് ദ ഡേ സച്ച് എ മോർണിംഗ് ആൻഡ് ഈവനിങ്, that is early evening, some transportation system such as inner city buses and metro trains are filled to capacity with a line of people waiting. As networks such as runways or rail tracks or fixed transport firms are finding it difficult to increase capacity to meet this periodic demand. Some solutions that can be used to double-decker buses or trains on rail network or to use river transport to absorb some of the surface transportation. പിന്നെ ഇവിടെ പറയുന്ന വേറൊരു എക്സാമ്പിൾ പറയുന്നത് ഇങ്ങനെയാണെങ്കിൽ ഡബിൾ ഡെക്കർ, ഇപ്പോൾ നമുക്ക് പറയാലോ ഇപ്പോൾ രാവിലെയും വൈകിട്ടും നല്ല ജോലിക്കാരുടെ നല്ല തിരക്കുണ്ടായിരിക്കും. അതുപോലെ തന്നെ മെട്രോ ട്രെയിനുകളിലും ഇന്നർ സിറ്റികളിലുള്ളിലുള്ള ബസ്സുകളിലൊക്കെ വളരെ വലിയൊരു തിരക്ക് തന്നെ മോർണിംഗ് സെഷനും അതുപോലെ തന്നെ ആഫ്റ്റർനൂൺ സെഷനും കാണാറുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ആ സമയത്ത് പറയാം ഫിൽഡ് ടു കപ്പാസിറ്റി എന്ന് പറയാം. അവിടെ സീറ്റുകളെല്ലാം ഫിൽഡ് കപ്പാസിറ്റി എന്നുള്ളതാണ് പറയാം. എന്നാൽ ചില ഉച്ച സമയത്തോ അല്ലെങ്കിൽ മിഡ് നൈറ്റ് വൈകിട്ട് രാത്രിയോ ഒന്നും അത്തരം ട്രാൻസ്പോർട്ടേഷൻ യാതൊരു തിരക്ക് നമുക്ക് കാണുന്നില്ല. അപ്പോൾ ഒരു മിഡ് നൈറ്റോ മിഡ് നൂണൊന്നും ഒട്ടും തന്നെ തിരക്കുണ്ടാവാറില്ല. ദെൻ ഇത്തരം സീസണിൽ ഇത്തരത്തിലുള്ള കപ്പാസിറ്റി ഫിൽഡ് ആകുമ്പോൾ നമ്മൾ വീണ്ടും കപ്പാസിറ്റി കൂട്ടാനുള്ള ചില ഡിസിഷൻസ് ഒക്കെ എടുക്കും. അതിന് എക്സാമ്പിളായിട്ട് പറയുന്നതാണ് ഇത് ഡബിൾ ഡെക്കർ ബസ്സസ് ഓർ ട്രെയിൻസ് ഓൺ റെയിൽ നെറ്റ്വർക്ക് ഓർ ടു റിവർ ട്രാൻസ്പോർട്ടേഷൻ. അതായത് ഡബിൾ ഡെക്കർ ബസ്സുകളോ പാരലലായിട്ടുള്ള മറ്റ് റെയിൽ ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ റിവർ ട്രാൻസ്പോർട്ടേഷൻ ഇങ്ങനെയുള്ള പാരലൽ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം കൂടെ നമ്മളത് റോഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. റോഡല്ലാതെ തന്നെ ട്രെയിൻ വഴി യാത്ര ചെയ്യാനുള്ള അറേഞ്ച്മെൻ്റൊക്കെ എടുക്കാം. റിവർ ട്രാൻസ്പോർട്ടേഷൻ സൗകര്യപ്രദമാണെങ്കിൽ അത്തരത്തിലുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് എടുക്കാം. അപ്പോൾ നമുക്ക് സൗകര്യപ്രദമായിട്ടുള്ള രീതിയിൽ നമുക്കത് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് വൺ പറയുന്നത് ട്രാൻസ്പോർട്ടേഷനെ കുറിച്ചിട്ടല്ലേ. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ ആദ്യം പറഞ്ഞത് എന്താ, ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം സച്ച് എയറോപ്ലെയിൻ, ട്രെയിൻ, ബസ്സസ് ഈസ് ദ വൺ ഓഫ് ദി എക്സാമ്പിൾ. ദെൻ നെക്സ്റ്റ് പറയുന്നത് സെക്കൻഡ് പറയുന്നത് ഹോട്ടൽ ഇൻഡസ്ട്രിയെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത് എന്താണ്, കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ, ആ സ്ഥാപനത്തിൻ്റെ കപ്പാസിറ്റി എങ്ങനെ യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നു. കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ ഇൻ ദ കേസ് ഓഫ് സർവീസ് സെക്ടേഴ്സ് ആൻഡ് മാനുഫാക്ചറിങ്. ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്ന ഒരു സർവീസ് സെക്ടറാണ്. രണ്ടാമത് പറയുന്നത് ഇൻഡസ്ട്രി, ദറ്റ് ഈസ് ദെൻ ഹോട്ടൽ ഇൻഡസ്ട്രി, ഹോട്ടൽ സെക്ടേഴ്സിലൊക്കെയാണ് രണ്ടാമത് പറയുന്നത് ഹോട്ടൽ ഇൻഡസ്ട്രിയെ കുറിച്ചിട്ടാണ് സെക്കൻഡ് പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ഹോട്ടൽ ഇൻഡസ്ട്രി. ഇനി ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഹോട്ടലിൽ ഇപ്പോൾ നമ്മൾ പറയും, ഇപ്പോൾ വെക്കേഷൻ സമയമൊക്കെ ആയിക്കഴിഞ്ഞാൽ കുട്ടികളുടെയും എല്ലാവരുടെയും വെച്ചാൽ നല്ല റഷൊക്കെ ഉണ്ടായിരിക്കും. ചിലപ്പോൾ ദെൻ അവിടെ ചില ഫെസ്റ്റിവൽസൊക്കെ വരുമ്പോൾ നല്ല റഷായിട്ട് കാണാറുണ്ട് കണ്ടോ.
അവിടെ നമ്മൾ പറയുന്നത് ദ കപ്പാസിറ്റി ഓഫ് ദ ഹോട്ടൽ ഇൻഡസ്ട്രി മെഷേർഡ് ഇൻ ടേംസ് ഓഫ് ദ നമ്പർ ഓഫ് റൂംസ് അവൈലബിൾ. The capacity of the hotel industry is measured in terms of the number of rooms available. In capacity utilization is a ratio of the number of rooms used and those available. ഇവിടെ നമുക്ക് കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ എങ്ങനെ മനസ്സിലാക്കാം? നമ്പർ ഓഫ് റൂംസ് അവൈലബിൾ അല്ല, നമ്പർ ഓഫ് റൂംസിലെ then അവിടെ കപ്പാസിറ്റി റേഷ്യോ ഓഫ് നമ്പർ ഓഫ് റൂംസ് യൂസ്ഡ് കേട്ടോ. നമ്പർ ഓഫ് റൂംസ് യൂസ്ഡ് divided by number of rooms available. Number of rooms available into 100 കണ്ടോ. ഹോട്ടൽ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം നമ്പർ ഓഫ് റൂംസ് യൂസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് റൂംസ് അവൈലബിൾ ഇൻറ്റു 100. എത്രമാത്രം റൂമുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, എത്രമാത്രം റൂമുകളുടെ അവൈലബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് നമ്പർ ഓഫ് റൂംസ് യൂസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് റൂംസ് അവൈലബിൾ ഇൻറ്റു 100. ഇതാണ് ഹോട്ടൽ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുണ്ടാവും എത്രമാത്രം റൂമുകളുണ്ട് അവിടെ. അതാണ് അതിൻ്റെ നമ്പർ ഓഫ് റൂംസ് അവൈലബിൾ എന്ന് പറയുന്നത്. അതിൽ എത്രമാത്രം റൂമുകൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ദെൻ അത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പെർസെൻറ്റേജിനെയാണ് നമ്മുടെ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then the capacity of the hotel industry is measured in terms of number of rooms available. Its capacity utilization is a ratio of number of rooms used to those available. This ratio is very dependent on the period of example during the holiday times many hotels operate close to capacity. Similarly in cities in accommodate the business travelers hotels are heavily booked during the week. ഇപ്പോൾ വീക്കെൻഡുകളൊക്കെ ആയി കഴിഞ്ഞാൽ നല്ല തിരക്കുണ്ടാവാറുണ്ട് അല്ലേ? കാരണം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ഡ്യൂട്ടിയിൽ നിന്നൊക്കെ ഓഫായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് ട്രാവലിങ്ങും അതുപോലെ തന്നെ ഒക്കെ ആകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്. സിമിലർലി സിറ്റീസ് ഇൻ അക്കോമഡേറ്റ് ബിസിനസ് ട്രാവലേഴ്സ് ഹോട്ടൽസ് ആൻഡ് ഹെവിലി ബുക്ക്ഡ് ഡ്യൂറിംഗ് ദ വീക്ക്. ദ യൂട്ടിലൈസേഷൻ ഓഫ് ഹോട്ടൽസ് ഇൻ എ കൺട്രി ഈസ് ഓഫൺ ആൻ ഇൻഡിക്കേറ്റർ ഓഫ് സക്സസ് ഓഫ് ദ ട്രാവലിംഗ് ഇൻഡസ്ട്രി. എല്ലാ ഹോട്ടലുകളും ഫില്ലായി കിടക്കുന്ന റൂമുകളെല്ലാം തന്നെ ഫില്ലായി കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് ട്രാവൽ ഇൻഡസ്ട്രിയുടെ ഒരു വൻ സക്സസ് ആയിട്ടാണ് നമ്മളത് കൺസിഡർ ചെയ്യാറുള്ളത്. നമ്മൾ ഈ കോവിഡൊക്കെ വരുന്നതിനേക്കാൾ മുൻപ് ഇതൊക്കെ വളരെ നന്നായിട്ട് നമുക്ക് ടൂറിസം മേഖലകളൊക്കെ വളരെയധികം ഫ്ലറിഷ് ചെയ്ത് നിൽക്കുന്ന ഒരു സമയമായിരുന്നു. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ ട്രാവലിംഗ് ഇൻഡസ്ട്രിയൊക്കെ വളരെയധികം എന്താ പറയുക അത്രയും പീക്ക് പോയിന്റിലെത്തി നിൽക്കുകയായിരുന്നു. അതേപോലെ തന്നെ റൂമുകളെല്ലാം ഫില്ലായിരിക്കുക, ട്രാവൽ ഇൻഡസ്ട്രിയൊക്കെ സക്സസ് ആയിട്ട് നിൽക്കുക. ഇതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾ പറയുന്നത് എത്രമാത്രം യൂട്ടിലൈസ് ചെയ്യപ്പെടും. അങ്ങനെയാണ് നമ്മളവിടെ എന്ത് മനസ്സിലാക്കുന്നത്, അവിടെ യൂട്ടിലൈസേഷൻ എന്ന് പറയുന്ന പോയിൻ്റ് ഓരോ ഇപ്പോൾ ട്രാവലിംഗ് ഇൻഡസ്ട്രിയിലെ ട്രാവലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ദെൻ അവിടുത്തെ ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഹോട്ടലുകളെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ സ്പേസൊക്കെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നു എന്നുള്ളതൊക്കെയാണ് അവിടെ യൂട്ടിലൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് എക്സാമ്പിൾ പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ, സെക്കൻഡ് എക്സാമ്പിൾ പറയുന്നത് ഹോട്ടൽ ഇൻഡസ്ട്രിയെ കുറിച്ചിട്ടുള്ള സെക്കൻഡ് എക്സാമ്പിൾ പറയുന്നത്. ദെൻ തേർഡ് വൺ ഈസ് തിയേറ്റർ, സിനിമാസ് ആൻഡ് റെസ്റ്റോറൻറ്റ്. തിയേറ്റേഴ്സ്, സിനിമാസ് ആൻഡ് റെസ്റ്റോറൻറ്റ്. തിയേറ്റേഴ്സ്, സിനിമാസ് ആൻഡ് റെസ്റ്റോറൻറ്റ്. ഇതാണ് തേർഡ് പോയിൻ്റ് പറയുന്നത്. ദ കപ്പാസിറ്റി ഓഫ് തിയേറ്റേഴ്സ്, സിനിമാസ്, റെസ്റ്റോറൻറ്റ് ഓർ ദോസ് സർവീസ് where clients are seated. As in transportation is again limited to the number of places available. In restaurants, the capacity of the system has some flexibility as it depends both on the time a consumer take to eat and on the service time. ഇവിടെ നമ്മളോട് പറയുന്നത് the capacity of theatre, cinemas, restaurant or those service where clients are seated as in transportation is again limited to the number of places available. അതായത് ഇപ്പോൾ തിയേറ്ററിലൊക്കെ ആണെങ്കിൽ എത്രമാത്രം സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്, അതിലെത്ര പേര് സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, എത്ര ടൈമാണ് എന്നുള്ളതൊക്കെയാണ്. എന്നാൽ ട്രാൻസ്പോർട്ടേഷൻ സമയം അഗെയിൻ ലിമിറ്റഡ് ടു ദ നമ്പർ ഓഫ് പ്ലേസസ് അവൈലബിൾ. റെസ്റ്റോറൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ദ കപ്പാസിറ്റി ഓഫ് ദ സിസ്റ്റം ഹാസ് സം ഫ്ലെക്സിബിലിറ്റി ആസ് ഇസ് ഡിപ്പെൻഡ് അപ്പോൺ ബോത്ത് ഓൺ ദ ടൈം എ കസ്റ്റമർ ടേക്സ് ടു ഈറ്റ് ആൻഡ് ഓൺ ദ സർവീസ് ടൈം. എന്നാൽ റെസ്റ്റോറൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ കപ്പാസിറ്റി മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ ഒരാൾക്ക് ഭക്ഷണം കഴിച്ച് കഴിയാനുള്ള സമയം മാത്രമാണ് അവരത് ഉപയോഗപ്പെടുത്തുന്നുള്ളൂ. അപ്പോൾ വേഗത്തിൽ അവിടെ ഫ്ലെക്സിബിളാണ്.
എത്രമാത്രം എന്നുള്ളത് ഏറ്റവും ലാസ്റ്റ് ഇപ്പോൾ 500 പേരിൽ എത്ര പേര് ഉപയോഗിച്ചു എന്ന് ചോദിക്കുമ്പോൾ അവിടെ കുറച്ച് സമയം അത് ഉപയോഗിക്കുന്നുള്ളൂ. അരമണിക്കൂർ കഴിഞ്ഞാൽ ദെൻ വീണ്ടും ആ സീറ്റിംഗ് കപ്പാസിറ്റി വീണ്ടും അത് ഉപയോഗപ്പെടുത്താനായിട്ട് ആ സ്പേസ് അവൈലബിൾ ആണ് എന്നുള്ളതാണ് അർത്ഥം. അതാണ് പറയുന്നത് ചില സിറ്റുവേഷൻസിലെ നേച്ചർ ഓഫ് ബിസിനസ് നോക്കിയിട്ട് അവിടെ ആക്ച്വൽ യൂട്ടിലൈസേഷൻ അവിടെ വ്യത്യാസം ഉണ്ടെന്ന് അർത്ഥം. അപ്പോൾ അതാണ് തേർഡ് പോയിന്റ് പറയുന്നത്. തിയേറ്റർ, സിനിമാസ് ആൻഡ് റെസ്റ്റോറൻറ്റ്, അവിടെ അതിൻ്റെ സീറ്റിൻ്റെ അവൈലബിലിറ്റിയും അതേപോലെ തന്നെ അതിൻ്റെ യൂസേജും കമ്പയർ ചെയ്തുകൊണ്ടാണ് കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ മെഷർ ചെയ്യുന്നത്. എന്നാൽ റെസ്റ്റോറൻറ്റുകളെ പോലെയൊക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ അവിടെ മാക്സിമം അവർ ഭക്ഷണം കഴിക്കാൻ എടുക്കുന്ന ആ സമയം അത് വളരെ ലിമിറ്റഡ് ആയിരിക്കും. അതുകൊണ്ട് അത് ഇത്തിരി കൂടെ ഫ്ലെക്സിബിളാണ് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് എന്നർത്ഥം. ദെൻ ഫോർത്ത് എക്സാമ്പിളായിട്ട് നമുക്ക് പറയുന്നത് ദറ്റ് ഈസ് ഹോസ്പിറ്റൽസ്. ഹോസ്പിറ്റൽസ് ആണ് നെക്സ്റ്റ് എക്സാമ്പിളായിട്ട് എടുക്കുന്നത്. ഹോസ്പിറ്റലിൽ ദ മേജർ കപ്പാസിറ്റി ലിമിറ്റേഷൻ ഫോർ ഹോസ്പിറ്റൽ ഈസ് ദ നമ്പർ ഓഫ് ബെഡ്സ് അവൈലബിൾ. New hospital construction is expensive, so and often paid for the state. Effort to increase the capacity of hospitals are made by limiting patients stay or where feasible, moving from overnight treatment to outpatient care. ഇനി ഹോസ്പിറ്റൽസിനെ കുറിച്ച് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ദ മേജർ കപ്പാസിറ്റി ലിമിറ്റേഷൻ ഫോർ ഹോസ്പിറ്റൽസ് ഈസ് ദ നമ്പർ ഓഫ് ബെഡ്സ് അവൈലബിൾ. എത്രമാത്രം ബെഡുകൾ അവിടെ അവൈലബിൾ ആണ് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ദ മേജർ കപ്പാസിറ്റി ലിമിറ്റേഷൻ ഫോർ ഹോസ്പിറ്റൽസ് ഈസ് ദ നമ്പർ ഓഫ് ബെഡ്സ് അവൈലബിൾ. ന്യൂ ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ ഈസ് എക്സ്പെൻസീവ് ആൻഡ് ഓഫൺ പെയ്ഡ് ഫോർ ബൈ ദ സ്റ്റേറ്റ്. Then effort to increase the capacity of hospitals are made by limiting patients stay or more feasible മൂവിങ് ഫ്രം ഓവർനൈറ്റ് ട്രീറ്റഡ് ടു ഔട്ട് പേഷ്യൻറ്റ്. ചില ഔട്ട് പേഷ്യൻസിനെ നമുക്ക് നോക്കുകയാണ്, ഔട്ട് പേഷ്യൻസിനെ നമുക്ക് എത്രമാത്രം ആളുകൾക്ക് പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്, എത്രമാത്രം കപ്പാസിറ്റി ഉണ്ട്. ചിലപ്പോൾ മോർണിംഗ് സെഷൻ കഴിഞ്ഞ് കഴിഞ്ഞാലും ചിലപ്പോൾ ആഫ്റ്റർനൂൺ സെഷൻസ് പോലും നമുക്ക് വീണ്ടും നമ്മൾ ആ ഫെസിലിറ്റി അറേഞ്ച് ചെയ്ത് കൊടുക്കാറുണ്ട്. കണ്ടോ, അത് അങ്ങനെയാണ് നമ്മൾ എക്സാമ്പിളായിട്ട് എടുക്കുക. അപ്പോൾ തന്നെ അവിടെ ഹോസ്പിറ്റൽസിലും നമുക്ക് അതുപോലെ തന്നെ എത്രമാത്രം ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അവിടെ എത്രമാത്രം സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്, എത്രമാത്രം ഫില്ലായിരിക്കുന്നുണ്ട് എന്നൊക്കെ നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഹോസ്പിറ്റൽസിൽ പിന്നെ അതേപോലെ തന്നെ ഇൻ പേഷ്യൻറ്റും ഔട്ട് പേഷ്യൻസും തമ്മിലുള്ള കമ്പാരിസണൊക്കെ നമുക്കവിടെ സാധ്യമാണ്. പിന്നെ ഔട്ട് പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സെഷൻസൊക്കെ കൂട്ടി കൊടുത്തുകൊണ്ട് ഇഫക്റ്റീവായിട്ട് ആ കപ്പാസിറ്റി യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ദെൻ ഫിഫ്ത്ത് പോയിൻ്റ് ഈസ് മാനുഫാക്ചറിങ് യൂണിറ്റ്. ഫിഫ്ത്ത് പോയിൻറ്റിലെ മാനുഫാക്ചറിങ്. ദെൻ അവിടെ മാനുഫാക്ചറിങ് ഫേംസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത് നോക്കാം. ദ കപ്പാസിറ്റി ഓഫ് മാനുഫാക്ചറിങ് ഫേം ഈസ് മെഷേർഡ് ബൈ പ്രോഡക്റ്റ് ഔട്ട്പുട്ട്. All manufacturing systems have nominal or design capacity which is based not only on the size of the physical facility but also on the design throughout of the equipment and machines, the process time necessary for each of the value added activities, the flow of the raw materials and components from suppliers and all the labor necessary. ഇനി മാനുഫാക്ചറിങ് ഫേംസിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത പോയിൻ്റ് അതാണ്. The capacity of manufacturing firm is measured by the product output. അവിടെ നമുക്ക് എങ്ങനെയാണ് പ്രൊഡക്റ്റിൻ്റെ ഔട്ട്പുട്ടുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയിട്ടുണ്ട്. The capacity of manufacturing firm is measured by the product output. All manufacturing systems have nominal or design capacity which is based not only on the size of the physical facility but also the design throughout of the equipment and machines, the processing time necessary for each of the value added activities, the flow of the raw materials and components from suppliers and all the labor is necessary. മാത്രമല്ല ഒരു മാനുഫാക്ചറിങ് യൂണിറ്റുകളെ സംബന്ധിച്ചിടത്തോളം അവരെന്ത് ചെയ്യാണ്, മാനുഫാക്ചറിങ് യൂണിറ്റിൽ മാക്സിമം എത്രയാണ് അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും, മാക്സിമം എത്ര ഔട്ട്പുട്ട് ഉണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ അതിൻ്റെ കപ്പാസിറ്റീസ് ഇഫക്റ്റീവായിട്ട് നമ്മൾ എത്രമാത്രം യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം കൂടെ
നോക്കുമെന്നുള്ളതാണ്. ദെൻ അതിൽ തന്നെ നമ്മൾ എന്ത് പറയുന്നു, ദ ഫ്ലോ ഓഫ് റോ മെറ്റീരിയൽസ് ആൻഡ് കമ്പോണൻസ് ഫ്രം സപ്ലൈസ് മാത്രമല്ല അതിനനുസരിച്ച് എഫക്റ്റീവായിട്ടുള്ള അത്രയും കപ്പാസിറ്റീസ് യൂട്ടിലൈസ് ചെയ്യുന്തോറും അതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസൊക്കെ കളക്ട് ചെയ്യുകയോ സപ്ലൈസിൻ്റെ അങ്ങനെ എല്ലാം വെൽ പ്ലാൻഡ് ആയിട്ടാണ് നമ്മളത് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ദെൻ അവിടെ നോക്കുന്നത് മാനുഫാക്ചറിങ് ഫേംസ് ആണ്. ദ കപ്പാസിറ്റി ഓഫ് മാനുഫാക്ചറിങ് ഫേം ഈസ് മെഷേർഡ് ബൈ ദ പ്രൊഡക്റ്റ് ഔട്ട്പുട്ട്. All manufacturing systems have a nominal or design capacity which is based not only the size of the physical facility but also the design throughout of the equipment and machines and processing time necessary for each of the value added activity. There is the flow of raw materials and components from suppliers and all the labor necessary. അപ്പോൾ ഇതൊക്കെയാണ് 5 പോയിൻ്റ് ആയിട്ട് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് ട്രാൻസ്പോർട്ടേഷൻ, second one is hotel industry, third one is theatre, cinemas and restaurant, and fourth one is hospitals, and fifth one is manufacturing firms. Then next one is capacity under utilization and flexibility. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എങ്ങനെയാണ് കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ. അപ്പോൾ മാനുഫാക്ചറിങ് ഫേമുകളെ സംബന്ധിച്ചിടത്തോളം സർവീസ് സെക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവിടെ എന്താണ് ചെയ്യുന്നത്, കപ്പാസിറ്റി എങ്ങനെ യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. ദെൻ അവിടെ നോക്കാം കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ ഇൻ കേസ് ഓഫ് സർവീസ് ആൻഡ് മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻ. സർവീസ് ഓർഗനൈസേഷനിലും മാനുഫാക്ചറിങ് ഓർഗനൈസേഷനിലും അവിടെ എങ്ങനെയാണ് കപ്പാസിറ്റി യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നത്. സം ഓഫ് ദി എക്സാമ്പിൾസ്. ദെൻ ഫസ്റ്റ് വൺ ഈസ് ട്രാൻസ്പോർട്ടേഷൻ. നമ്മൾ പറഞ്ഞു ബസ്സുകളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ എത്രമാത്രമാണ് സീറ്റിംഗ് കപ്പാസിറ്റി യൂട്ടിലൈസ് ചെയ്യുന്നത്. രണ്ടാമത് പറയുന്നത് ഹോട്ടൽ ഇൻഡസ്ട്രിയെക്കുറിച്ച് പറഞ്ഞു, ഹോട്ടലിലെ സീറ്റിംഗ് കപ്പാസിറ്റി. പിന്നെ മൂന്നാമത് പറഞ്ഞു എക്സാമ്പിളായിട്ട് തിയേറ്റർ, സിനിമ തിയേറ്ററുകളിലൊക്കെ എത്രയാണ് സീറ്റിംഗ് കപ്പാസിറ്റി എന്നുള്ളത് പറഞ്ഞു. റെസ്റ്റോറൻറ്റുകളിലൊക്കെയുള്ള സീറ്റിംഗ് കപ്പാസിറ്റിയെക്കുറിച്ച് പറഞ്ഞു. ഇനി പറഞ്ഞു പിന്നെ ഹോസ്പിറ്റൽസിനെ കുറിച്ച് പറഞ്ഞു അല്ലേ, ഹോസ്പിറ്റൽ ബെഡുകൾ വേക്കൻ്റ് ആവുന്നുണ്ടോ, അത് എത്രമാത്രം യൂസ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് എക്സാമ്പിളായിട്ട് പറഞ്ഞു. പിന്നെ മാനുഫാക്ചറിങ് യൂണിറ്റുകളെ കുറിച്ച് പറഞ്ഞു, അതായത് ചില പ്രോഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥാപനങ്ങളിലെ എത്രമാത്രം അവർ കപ്പാസിറ്റി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ മാനുഫാക്ചറിങ് യൂണിറ്റിൽ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ എത്ര യൂണിറ്റ് കൂട്ടണം കുറയ്ക്കണം, സപ്ലൈസിൻ്റെ നിന്ന് റോ മെറ്റീരിയൽസ്. ഇപ്പം ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസൊക്കെ വരാം അല്ലേ, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസിൽ അസംബ്ലിംഗ് ആണ്, എൻജിൻസ്, അതേപോലെ തന്നെ അപ്പോൾസ്ട്രി വർക്കുകൾ, അങ്ങനെ പലതും പല മേഖലകളിൽ നിന്നുള്ള അസംബ്ലിംഗ് ആണ്. അപ്പോൾ തന്നെ ഇതൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് അതെത്ര ഔട്ട്പുട്ട് നമുക്കൊരു മാസം കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് എന്തൊക്കെ പറയാം, ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഇഫ് ദ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ ഇൻ കേസ് ഓഫ് സർവീസ് ആൻഡ് മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ആ 2 സെക്ഷനിലും ഇത്രയും എക്സാമ്പിൾസ് നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ എപ്പോഴും അവിടെ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നതിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഫോർമുല എന്താണെന്ന് നോക്കാം. കപ്പാസിറ്റി യൂട്ടിലൈസേഷനിലെ ഫോർമുല എന്താണ്? ദെൻ സീറ്റ്സ് ഫിൽഡ് ഡിവൈഡഡ് ബൈ സീറ്റ്സ് അവൈലബിൾ എന്ന് പറയുന്ന പോലെ തന്നെ അവിടെ ആക്ച്വൽ ഔട്ട്പുട്ട്. ഇപ്പോൾ മാനുഫാക്ചറിങ് യൂണിറ്റുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അവിടെ എക്സാമ്പിളായിട്ട് ഫോർമുലയായിട്ട് എഴുതാൻ പറ്റുക ആക്ച്വൽ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ മാക്സിമം ഔട്ട്പുട്ട് ഇൻറ്റു 100. എന്താ ഫോർമുല എഴുതാനായിട്ട് സാധിക്കുക? ആക്ച്വൽ ഔട്ട്പുട്ട് divided by എന്താ ഫോർമുല? ആക്ച്വൽ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ മാക്സിമം ഔട്ട്പുട്ട് ഇൻറ്റു 100. എന്താ ഫോർമുല? ദറ്റ് ഈസ് മാനുഫാക്ചറിങ് സംബന്ധിച്ചിടത്തോളം ആക്ച്വൽ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ മാക്സിമം ഔട്ട്പുട്ട് ഇൻറ്റു 100. ഇതാണ് നമ്മളവിടെ ഉപയോഗിക്കാവുന്ന ഫോർമുല. അപ്പോൾ ഇത്രയും ക്ലിയർ ആയല്ലോ. ദെൻ നെക്സ്റ്റ് ടോപ്പിക് ദറ്റ് ഈസ് കപ്പാസിറ്റി അണ്ടർ യൂട്ടിലൈസേഷൻ ആൻഡ് ഫ്ലെക്സിബിലിറ്റി. കപ്പാസിറ്റി അണ്ടർ യൂട്ടിലൈസേഷൻ ആൻഡ് ഫ്ലെക്സിബിലിറ്റി. എത്രമാത്രം യൂട്ടിലൈസ് ചെയ്യുന്നു, എത്രമാത്രം ഫ്ലെക്സിബിൾ ആണ് എന്നുള്ളതാണ്. Many service systems are inefficient in the sense that the capacity utilization may be close to zero for long period of the time. Schools and universities are often closed for 2 to 3 months during the year. Many hotels and holiday restaurants are practically empty in the period of off-season. Transportation systems may be severely underutilized in the mid-morning and mid-afternoon sessions. As are restaurants, manufacturing facilities that provide seasonal produces such as ski equipment
റെയിൻകോട്ട് ആൻഡ് അംബ്രല്ല ആൾസോ ഹാവ് ഫ്ലക്ച്വേറ്റിംഗ് ഡിമാൻഡ്. ഇനി നമ്മളോട് പറയുന്നത് കപ്പാസിറ്റി അണ്ടർ യൂട്ടിലൈസേഷൻ ആൻഡ് ഫ്ലെക്സിബിലിറ്റി. ചിലപ്പോൾ നമുക്ക് ഫുൾ കപ്പാസിറ്റിയും യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നില്ല. അതിനെയാണല്ലോ നമ്മൾ പറയുന്നത് അണ്ടർ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ. അപ്പോൾ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ എന്നുള്ളതിൽ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ, അണ്ടർ യൂട്ടിലൈസേഷനും അതുപോലെ തന്നെ ഫ്ലെക്സിബിലിറ്റിയുമാണ് പറയുക. അവിടെ അണ്ടർ എന്ന് പറയുന്നില്ലേ, ഇപ്പം ഫസ്റ്റ് പറയുന്ന മെനി സർവീസ് സിസ്റ്റംസ് ആർ ഇൻഎഫിഷ്യൻറ്റ് ഇൻ ദ സെൻസ് ദാറ്റ് കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ മേ ബി ക്ലോസ് ടു 0 ഫോർ ലോങ് പീരിയഡ്. കുറേ കാലത്തേക്ക് യൂട്ടിലൈസ് ചെയ്യാതെ കിടക്കുന്നുണ്ട് എന്ന് പറയുന്നു. സ്കൂൾ ആൻഡ് യൂണിവേഴ്സിറ്റീസ് ആർ ഓഫൺ ക്ലോസ്ഡ് ഫോർ 2 to 3 months ഡ്യൂറിങ് ദ ഇയർ. സ്കൂളുകളും കോളേജുകളൊക്കെ നമുക്ക് വെക്കേഷൻ സീസണൊക്കെ അല്ലോ, 2 മാസം 3 മാസമൊക്കെ നമുക്കവിടെ ക്ലോസ് ആയിട്ട് കിടക്കുകയാണ്. അവിടെ ഐഡിൽ കപ്പാസിറ്റി അവിടെ യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ ബസ്സുകളൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ പറയുന്നുണ്ട് ഉച്ച സമയത്തൊന്നും ഒട്ടും തന്നെ യാത്രക്കാരില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ദെൻ നൂൺ ടൈമിലും അതുപോലെ തന്നെ മിഡ് ടൈം എന്ന് പറയാം, ആ സമയത്തൊന്നും നമുക്ക് അവിടെ യാത്രക്കാരൊന്നും ഉണ്ടാവില്ല. മിഡ് മോർണിംഗ് ആൻഡ് മിഡ് ആഫ്റ്റർനൂൺ പീരീഡ്സ് ഒന്നും തന്നെ ആളുകൾ ഉണ്ടാകുന്നില്ല എന്ന് പറയാം. ട്രാൻസ്പോർട്ടേഷൻ കുറവായിരിക്കും. പിന്നെ അതേപോലെ വേറൊരു എക്സാമ്പിൾ പറയുന്നത് എന്താ, റെസ്റ്റോറൻറ്റ് ഒക്കെ ആണെങ്കിലും അങ്ങനെ തന്നെ. മാനുഫാക്ചറിങ് ഫെസിലിറ്റി ദാറ്റ് പ്രൊവൈഡ് സീസൺ പ്രൊഡക്റ്റ്. ഇനിയിപ്പോൾ നമുക്ക് ഹോട്ടലുകളൊക്കെ ആണെങ്കിൽ വെച്ചാൽ ചില ഓഫ് സീസണുകളുണ്ടാവും അല്ലേ, വർക്കിംഗ് ടൈമിലൊക്കെ ചില എന്താ പറയുക ടൂറിസം ഉള്ള സമയം ഉണ്ടായിരിക്കും, ഇല്ലാത്ത സമയം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഓഫ് സീസണിലൊക്കെ റൂമുകളൊക്കെ വെക്കേറ്റ് ആയിട്ട് ഇഷ്ടം പോലെ റൂംസ് അവൈലബിൾ ആയിട്ട് കുറേ സമയം അത് അണ്ടർ യൂട്ടിലൈസേഷനാണ്. അവിടെയൊന്നും കപ്പാസിറ്റി ശരിയായിട്ടുള്ള രീതിയിൽ യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നില്ല എന്ന് പറയാം. കണ്ടോ, ഹോട്ടലിൽ വരാം, അങ്ങനെ റെസ്റ്റോറൻറ്റിലും അങ്ങനെ വരും. അതേപോലെ തന്നെ ചില മാനുഫാക്ചറിങ് യൂണിറ്റുകളെ സംബന്ധിച്ചിപ്പോൾ റെയിൻകോട്ടൊക്കെ ഉണ്ടാക്കാം. എല്ലാ സമയത്തും റെയിൻകോട്ടിൻ്റെ ഉപയോഗം വരില്ലല്ലോ, അതൊരു സീസണൽ പ്രോഡക്റ്റ് അല്ലേ. അപ്പോൾ ആ സിറ്റുവേഷനിൽ മാത്രമാണ് നമുക്ക് അത്തരം പ്രോഡക്റ്റുകൾക്ക് ഡിമാൻഡ് ഉണ്ടാവുള്ളൂ. അപ്പോൾ റെയിൻകോട്ട്, അംബ്രല്ല ഓൾസോ ഈസ് ആൻ ഫ്ലക്ച്വേറ്റിംഗ് ഡിമാൻഡ്. എല്ലാ സമയവും ഒരുപോലെ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല, അത് ഡിമാൻഡ് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് അവിടെ കപ്പാസിറ്റി അണ്ടർ യൂട്ടിലൈസേഷൻ ആൻഡ് ഫ്ലെക്സിബിലിറ്റി, അണ്ടർ യൂട്ടിലൈസേഷൻ ആൻഡ് ഫ്ലെക്സിബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ടോപ്പിക് കപ്പാസിറ്റി ആൻഡ് ബോട്ടിൽ നെക്ക്. മീനിങ് ഒന്ന് പറയാം നമുക്ക്. എന്താണ് കപ്പാസിറ്റി ആൻഡ് ബോട്ടിൽ നെക്ക് എന്നുള്ളത്? Next one is capacity and bottleneck. Capacity and bottleneck, that is the next topic. A bottleneck is defined as a resource which has a demand requirement greater than its capacity and which limit the output capacity of the complete system. It is capacity constraint. A bottleneck affect the level of production capacity that a firm can achieve each period. Then a bottleneck is defined as resource which has demand requirement greater than its capacity. അതായത് ഈ ബോട്ടിൽനെക്ക് എന്ന് പറയുന്നത് ഡിമാൻഡ് കൂടിയിരിക്കുന്ന ഒരവസ്ഥ, നമുക്ക് അത്രമാത്രം നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാതെ വരുന്ന ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ബോട്ടിൽനെക്ക് എന്ന് പറയുന്നത്. എ ബോട്ടിൽനെക്ക് ഈസ് ഡിഫൈൻഡ് ആസ് റിസോഴ്സ് വിച്ച് ഹാസ് എ ഡിമാൻഡ് റിക്വയർമെൻറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ കപ്പാസിറ്റി. അവിടെ ഡിമാൻഡ് റിക്വയർമെൻറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ കപ്പാസിറ്റി ആൻഡ് ബോട്ടിൽനെക്ക്. ഡിമാൻഡ് റിക്വയർമെൻറ്റ് demand requirement is greater than its capacity. Demand department is അതായത് demand requirement is greater than capacity. Then അവിടെ പറയുന്ന പോയിന്റിലെ എ ബോട്ടിൽനെക്ക് ഈസ് ഡിഫൈൻഡ് ആസ് റിസോഴ്സ് വിച്ച് ഹാസ് ഡിമാൻഡ് റിക്വയർമെൻറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഇറ്റ്സ് കപ്പാസിറ്റി ആൻഡ് വിച്ച് ലിമിറ്റ് ദ ഔട്ട്പുട്ട് കപ്പാസിറ്റി ഓഫ് ദ കംപ്ലീറ്റ്
system. It is the capacity constraint. A bottleneck affect the level of production capacity that a firm can achieve each period. ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമുക്ക് നല്ലോണം ഡിമാൻഡ് ഉണ്ട്. ആ ഡിമാൻഡ് ഉള്ള സമയത്ത് ആ ഡിമാൻഡ് മീറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാതിരിക്കുക കണ്ടോ. അപ്പോൾ നമ്മൾ മാക്സിമം പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. ആ സമയത്തായിരിക്കും ഒരു മെഷീനറി ബ്രേക്ക് ഡൗൺ ആവുക. ദറ്റ് ഈസ് എ ബോട്ടിൽ നെക്ക് അല്ലേ. ഡിമാൻഡ് ഉണ്ട്, നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ആ ഒരു കൺസ്ട്രെയിൻ അനുഭവിക്കേണ്ടി വരികയാണ്. അവിടെയാണ് നമ്മൾ ആ പോയിന്റ് പറയുന്നത്. അപ്പോൾ അവിടെ എന്താ പറയുക, ബോട്ടിൽനെക്ക് ഈസ് ഡിഫൈൻഡ് ആസ് റിസോഴ്സ് വിച്ച് ഹാസ് ഡിമാൻഡ് റിക്വയർമെൻറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ദ കപ്പാസിറ്റി ആൻഡ് വിച്ച് ലിമിറ്റ് ദ ഔട്ട്പുട്ട് കപ്പാസിറ്റി ഓഫ് ദ കംപ്ലീറ്റ് സിസ്റ്റം. ഇറ്റ് ഈസ് എ കപ്പാസിറ്റി കൺസ്ട്രെയിൻഡ്. അതിനെയാണ് നമ്മളോട് എന്താ പറയുക, കപ്പാസിറ്റി ലിമിറ്റ് ചെയ്ത് നിൽക്കുന്നു. ദറ്റ് ഈസ് ദ കപ്പാസിറ്റി കൺസ്ട്രെയിൻഡ്. ആ വേർഡ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും കേട്ടോ. കപ്പാസിറ്റി കൺസ്ട്രെയിൻഡ്. കൺസ്ട്രെയിൻ വെച്ചാൽ അത്രയും സ്ട്രഗിൾ ആണെന്നർത്ഥം. ആ സ്ട്രഗിളിനെയാണ് നമ്മളോട് എന്താ പറയുക, കപ്പാസിറ്റി ബോട്ടിൽനെക്ക്. കപ്പാസിറ്റി ആൻഡ് ബോട്ടിൽനെക്ക് എന്ന് പറയുക. ദെൻ കപ്പാസിറ്റി ബോട്ടിൽനെക്ക് ഈസ് ഡിഫൈൻഡ് ആസ് resources which has a demand requirement is greater than its capacity and which limit the output capacity of the complete system. It is the capacity constraint. A bottleneck affect the level of production capacity that a firm can achieve each period. Then bottleneck is an activity which delays the performance of a system and reduce overall efficiency of the process is known as bottleneck. What is meant by bottleneck? What is meant by bottleneck? Bottleneck is an activity which delay the performance of a system and reduce overall efficiency of the process is known as bottleneck. അവിടെ bottleneck എന്ന് പറയുമ്പോൾ എന്താ പറയുക, അത്രയും എൻഡാണ്. അവിടെ ബോട്ടിൽനെക്ക് ഈസ് ആൻ ആക്ടിവിറ്റി വിച്ച് ഡിലേസ് ദ പെർഫോമൻസ് ഓഫ് എ സിസ്റ്റം. ആ സിസ്റ്റത്തിൻ്റെ ഡിലേസ് ദ പെർഫോമൻസ് ഓഫ് ദ സിസ്റ്റം ആൻഡ് റിഡ്യൂസ് ഓവറോൾ എഫിഷ്യൻസി. ആ സ്ഥാപനത്തിൻ്റെ എഫിഷ്യൻസി കുറയുക, പെർഫോമൻസ് പെർഫോം ചെയ്യാനുള്ള ഡിലേ വരിക എന്നൊക്കെ അതിന് മീനിങ് ഉണ്ട്. ബോട്ടിൽനെക്ക് ഈസ് ആൻ ആക്ടിവിറ്റി വിച്ച് ഡിലേസ് ദ പെർഫോമൻസ് ഓഫ് എ സിസ്റ്റം ആൻഡ് റിഡ്യൂസ് ഓവറോൾ എഫിഷ്യൻസി ഓഫ് ദ പ്രോസസ് ഈസ് നോൺ ആസ് ബോട്ടിൽനെക്ക്. For example, a manufacturing company has different line of production. Each of them are connected to each other. That is, work produced from one unit is the input for other unit and so on. In this case, if one line is broken or halted due to some reason, then the other line of production is directly affected, causing lower level of output as a result of lower level of output that affect the result of that is level of output as a result of bottleneck. ഇപ്പോൾ പറയുകയാണ്, ചില മാനുഫാക്ചറിങ് യൂണിറ്റുകളെ സംബന്ധിച്ച് ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തു, ആ പ്രൊഡക്റ്റിൻ്റെ ഔട്ട്പുട്ട് ആയിരിക്കും മറ്റൊരു പ്രൊഡക്റ്റിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത്. ഒരു പ്രൊഡക്റ്റിൻ്റെ ഔട്ട്പുട്ടാണ് മറ്റൊരു പ്രൊഡക്റ്റിൻ്റെ ഇൻപുട്ട് എന്ന് പറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ പ്രൊഡക്ഷൻ കഴിഞ്ഞു ദെൻ നെക്സ്റ്റ് പ്രൊഡക്ഷനിലേക്ക് പോയി ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിൽ എന്തെങ്കിലും ബ്രേക്ക് ഡൗൺ ആയിക്കഴിഞ്ഞാൽ, ഇൻപുട്ട് കിട്ടാതെ ആയിക്കഴിഞ്ഞാൽ അത് ആ കമ്പനിയുടെ പ്രോസസ്സിനെ, പ്രൊഡക്ഷൻ പ്രോസസ്സിനെ അത് അഫക്റ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ബോട്ടിൽ നെക്ക്. അവിടെയാണ് നമ്മൾ ആ വേർഡ് ഉപയോഗിക്കുന്നത്. ആ ബോട്ടിൽ നെക്കിന് നമ്മൾ പറയുന്ന പോയിന്റ് എന്താണ്? ദാറ്റ് ഈസ് കപ്പാസിറ്റി കൺസ്ട്രെയിൻഡ്. ദ വേർഡ് ഈസ് കപ്പാസിറ്റി കൺസ്ട്രെയിൻഡ്. അവിടെ നമുക്ക് എന്ത് പറയാം, ഡിമാൻഡ് റിക്വയർമെൻറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ദ കപ്പാസിറ്റി. ഡിമാൻഡ് കൂടിയും കപ്പാസിറ്റിയും കുറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് നമ്മളെന്ത് പറയുന്നത്, കപ്പാസിറ്റി കൺസ്ട്രെയിൻഡ് എന്ന് പറയുന്നത്. ദെൻ അതിന് നമ്മൾ പറയുന്ന പോയിൻ്റാണ് ദറ്റ് ഈസ് ബോട്ടിൽ നെക്ക്. ക്ലിയർ ആയല്ലോ? അതിനെ പറയുന്ന പോയിൻ്റാണ് ബോട്ടിൽ നെക്ക് എന്ന് പറയുന്നത്. ബോട്ടിൽ നെക്ക് ഈസ് ആൻ ആക്ടിവിറ്റി, ഒരു ആക്ടിവിറ്റി പറയുന്നതാണ്. ബോട്ടിൽ നെക്ക് ഈസ് ആൻ ആക്ടിവിറ്റി വിച്ച് ഡിലേസ് ദ പെർഫോമൻസ് ഓഫ് എ സിസ്റ്റം ആൻഡ് റിഡ്യൂസ് ഓവറോൾ എഫിഷ്യൻസി ഓഫ് ദ പ്രോസസ് ഈസ് നോൺ ആസ് ബോട്ടിൽ നെക്ക്. ദെൻ ഒരു അനദർ എക്സാമ്പിൾ കൂടെ പറയാം. That is, a furniture manufacturers moves wood, metal and other raw materials into production and then incurs labor and machine cost to produce and assemble furniture. When production is complete, the finished goods are stored in inventory and the inventory cost is transferred to cost of sales when the furniture is sold to customer. If there is bottleneck at the beginning of the production, and the furniture maker cannot move enough material into the process, which means that machines sit idle and that salaried workers are not working productively, creating a situation under utilization of resources. This increase the cost of production. തീർച്ചയായിട്ടും ഒരു ബോട്ടിൽ നെക്കിൻ്റെ എഫക്റ്റ് എന്ന് പറയുമ്പോൾ ഇത് ഐഡിൽ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ, അവിടുത്തെ കപ്പാസിറ്റി ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ വൺ ഓഫ് ദി പ്രോബ്ലമായിട്ട് നമുക്ക് എടുത്തു പറയാനായിട്ട് സാധിക്കാം. ഒരു ദെൻ സംബന്ധിച്ചിടത്തോളം, ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം നമ്മളതിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ടല്ലോ. ദെൻ ഒരു
മരപ്പണിക്കാരനെ സംബന്ധിച്ചിടത്തോളം, ഒരു ഫർണിച്ചർ മേക്കർ, കാർപ്പൻ്റർ എന്നൊക്കെ പറയാം, അയാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സാധാരണ അതിന് റോ മെറ്റീരിയൽസ് വേണം, ലേബേഴ്സ് വേണം, പിന്നെ അതിനാവശ്യമായിട്ടുള്ള മറ്റു ടൂൾസ്, എക്യുപ്മെൻറ്റ്സ്, മെഷീൻ എല്ലാം വേണം. അപ്പം ഇതിലേതെങ്കിലും ഒന്നിൻ്റെ അൺഅവൈലബിലിറ്റി നമുക്ക് കിട്ടാതിരിക്കുക, ശരിയായിട്ടുള്ള മെഷീനറീസ് കിട്ടാതിരിക്കുക, ഇതൊക്കെ അതിനെ അഡ്വേഴ്സായിട്ട് എഫക്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഇനി നമുക്കതിൽ ഒരു 5-6 പോയിൻ്റ് പറയുന്നത് വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബോട്ടിൽ നെക്ക് എന്നുള്ളതാണ്. അപ്പോൾ ബോട്ടിൽ നെക്കിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബോട്ടിൽ നെക്ക് കൂടെ നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. Then types of bottleneck. Types of bottleneck. That is, first point is people constraint. People constraint. Second one is material constraint. Material constraint. And third one is equipment constraint. Equipment constraint. Equipment constraint. Process constraint. Process constraint. Management constraint. Management constraint. Policy. Policy. And last one is environmental constraint. Environmental constraint. ഇനി ഇവിടെ നമ്മളോട് പറയുന്നത് ഏതൊക്കെ തരത്തിലുള്ള കൺസ്ട്രെയിൻസ് ആണ് നമുക്കത് ഫീൽ ചെയ്യുക എന്നുള്ളതാണ്. ദെൻ ടൈപ്സ് ഓഫ് ബോട്ടിൽ നെക്ക്, ഏതൊക്കെ തരത്തിലുള്ള ബോട്ടിൽ നെക്കുകൾ നമുക്ക് സംഭവിക്കാം. പീപ്പിൾ കൺസ്ട്രെയിൻറ്റ്, മെറ്റീരിയൽ കൺസ്ട്രെയിൻസ്, equipment constraints, process constraints, management constraints, policy constraints and environmental constraints. ഇതൊക്കെയാണ് നമുക്ക് അവിടെ സംഭവിക്കാവുന്നത്. പീപ്പിൾ കൺസ്ട്രെയിൻസിലെ പീപ്പിൾ ആർ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഡിഫിക്കൽട്ട് ടു മാനേജ് ഇഫക്റ്റീവ് വേ. പീപ്പിൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റിസോഴ്സസ് ആണ്, ഹ്യൂമൻ റിസോഴ്സസ് ആണ്. പക്ഷേ നമുക്കത് ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാതെ വരാം. Then in many manufacturing units there are different people working together with a different experience, background, educational qualification. Each employee has their own way or attitude to motivation to hard work. പല എംപ്ലോയീസും പല തരത്തിലാണ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കുക. സോ ഇൻ എ മാനുഫാക്ചറിങ് യൂണിറ്റ് ബോട്ടിൽ നെക്ക് മേ ഒക്കർ ഡ്യൂ ടു യൂണിയൻ പ്രോബ്ലം, ഇൽനെസ്, അൺഎക്സ്പെക്റ്റഡ് വാക്കൻസി, ഹയറിംഗ് ആൻഡ് ട്രെയിനിങ് പ്രോബ്ലം. എന്തൊക്കെ പ്രോബ്ലംസ് അവർക്ക് ഉണ്ടാവാം? യൂണിയൻ പ്രോബ്ലം ഉണ്ടാവാം, ഇൽനെസ്, അസുഖങ്ങളൊക്കെ വരാം, അൺഎക്സ്പെക്റ്റഡ് വാക്കൻസി, ഒട്ടും പ്രതീക്ഷിക്കാത്ത അവധികളുണ്ടാവാം, ചിലപ്പോൾ ഹയറിങ് എടുക്കേണ്ടതായിട്ട് വരാം, അല്ലെങ്കിൽ ട്രെയിനിങ് പ്രോബ്ലംസ്. ഇങ്ങനെയുള്ള ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്. ഇതൊക്കെ തീർച്ചയായിട്ടും ഏതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്? ആ പ്രൊഡക്ഷനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രൊഡക്ഷനെ നേരിടുന്ന പ്രശ്നങ്ങൾ, ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ബോട്ടിൽ നെക്ക് എന്ന് പറയുക. പ്രൊഡക്ഷനെ ബാധിക്കുക, ശരിയായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ ആളുകൾ വന്നില്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാതെ വരും, അത് അവിടെ ബാധിക്കും. ദെൻ ആ ഒരു കൺസ്ട്രെയിൻ, ആ ഒരു ടൈമിങ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ബോട്ടിൽ നെക്ക് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ആൻ ആക്ടിവിറ്റി. മെറ്റീരിയൽ കൺസ്ട്രെയിൻസ് എന്ന് പറയാം. മെറ്റീരിയൽ കൺസ്ട്രെയിൻസിലെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഈസ് ഹൈലി അഫക്റ്റഡ് ബൈ ദ പുവർ മാനേജ്മെൻറ്റ് ഓഫ് ഇൻവെൻ്ററി, ഇനാഡിക്വേറ്റ് ഫോർകാസ്റ്റ്, should be flexible to expand in order to meet future demand, but sometimes due to inappropriate planning, breakdown of machines, unavailability of spare parts, improper maintenance, low level of material constraints, there is constraints, inadequate forecast, inefficient supplier, poor production planning and also inadequate finance, changing product mix etc. ശരിയായിട്ട് റോ മെറ്റീരിയൽസ് കിട്ടാതിരിക്കുക, പ്രൊഡക്ഷൻ പ്രോബ്ലംസ് ഒക്കെ വരിക, പിന്നെ അതേപോലെ തന്നെ ഇൻഎഫിഷ്യൻറ്റ് സപ്ലയർ ആയിരിക്കുക, പുവർ പ്രൊഡക്ഷൻ പ്ലാനിങ്, ഇനാഡിക്വേറ്റ് ഫിനാൻസ്, ദീസ് ആർ ചേഞ്ചിങ് പ്രോഡക്റ്റ് മിക്സ്. ഇതെല്ലാം തീർച്ചയായിട്ടും ഇതിനെ ബാധിക്കും, ഇതിനെ ബാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ പീപ്പിൾ കൺസ്ട്രെയിൻ, മെറ്റീരിയൽ കൺസ്ട്രെയിൻ,
തേർഡ് വൺ ഈസ് എക്യുപ്മെൻറ്റ് കൺസ്ട്രെയിൻ എന്ന് പറയാം. മെഷീനറീസിലൊക്കെ ഉണ്ടാകാവുന്ന അതിന് പ്രോപ്പറായിട്ടുള്ള എക്യുപ്മെൻറ്റ്സിൻ്റെ എല്ലാം അവൈലബിലിറ്റി, അതാണ് അവിടെ പറയുന്ന പോയിൻ്റ്. അവിടെ ബ്രേക്ക് ഡൗൺ ആവുക, മെഷീനറീസ് ബ്രേക്ക് ഡൗൺ ആവുക, അൺഅവൈലബിലിറ്റി ഓഫ് സ്പെയർ പാർട്സ് കിട്ടാതിരിക്കുക, ഇംപ്രോപ്പർ മെയിൻ്റനൻസ്, പ്രോപ്പർ ഇല്ലാത്ത മെയിൻ്റനൻസ് ഫെസിലിറ്റീസ്, ലോ ലെവൽ ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ മെഷീൻസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് ബിക്കംസ് കൺസ്ട്രെയിൻറ്റ് ഓഫ് മാനുഫാക്ചറിങ് യൂണിറ്റ്. അതാണ് എക്യുപ്മെൻറ്റ് കൺസ്ട്രെയിൻസിൽ പറയുക. പിന്നെ പ്രോസസ് കൺസ്ട്രെയിനിൽ നമ്മൾ ഏത് രീതിയിലാണ് അത് കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ, പ്രോസസ് കൺസ്ട്രെയിൻസ് ഇൻ മാനുഫാക്ചറിങ് യൂണിറ്റ് ക്യാൻ ബി ഡ്യൂ ടു ക്വാളിറ്റി പ്രോബ്ലം, ഇൻസഫിഷ്യൻറ്റ് റിസോഴ്സസ്, poor plant layout, inflexible process. Constraints can occur anywhere in the process, supply chain, customer supplier etc. Hence any kinds of problem affecting the entire output of the system is known as process. അപ്പോൾ ഇവിടെ എന്തൊക്കെ തരത്തിലുള്ള കൺസ്ട്രെയിൻസ് ഉണ്ടാവാം? പീപ്പിൾ കൺസ്ട്രെയിൻ, വർക്കേഴ്സുമായി ബന്ധപ്പെട്ടതാവാം, മെറ്റീരിയൽസുമായി ബന്ധപ്പെട്ടതാവാം, മെഷീനറീസ് ബ്രേക്ക് ഡൗൺ ആവാം, അതുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസ് വരാം. പിന്നെ പ്രോസസ്സ്, അത് ചെയ്യേണ്ട ഫെസിലിറ്റീസും അത് ചെയ്യേണ്ട രീതികളെക്കുറിച്ചൊക്കെ നേരിടാവുന്ന പ്രോസസ് കൺസ്ട്രെയിൻസ് ഉണ്ടാവാം. പിന്നെ അതേപോലെ തന്നെ മാനേജ്മെൻറ്റ് കൺസ്ട്രെയിൻസ് ഉണ്ടായിരിക്കാം. മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇൻഎഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റോ അതുമല്ലെങ്കിൽ സംടൈംസ് മാനേജ്മെൻറ്റ് ഈസ് നോട്ട് ഏബിൾ ടു മീറ്റ് ദ നീഡ്സ് ഓഫ് ദ സിസ്റ്റം ബിക്കംസ് കൺസ്ട്രെയിൻസ് കോസിങ് ഡിഫറെൻറ്റ് പ്രോബ്ലംസ് ലൈക്ക് ഡീമോട്ടിവേഷൻ ഓഫ് എംപ്ലോയീസ്, ഇൻഎഫക്റ്റീവ് ഫ്ലോ ഓഫ് മെറ്റീരിയൽസ് ആൻഡ് ഇൻഫർമേഷൻ, ശരിയായിട്ടുള്ള മെഷീനറീസ് ഇല്ലാതിരിക്കുക, ഇത്തരത്തിലുള്ള പ്രോബ്ലംസൊക്കെ അവിടെ നേരിടാം. പിന്നെ പബ്ലിക് പോളിസി കൺസ്ട്രെയിൻസ്, ആ സ്ഥാപനത്തിലെ ചില പോളിസീസ് ഉണ്ടാവും, ജനറൽ ഗൈഡ് ലൈൻസ് ഉണ്ടായിരിക്കാം, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പോളിസി മാനുഫാക്ചറിങ് യൂണിറ്റ് ഷുഡ് മീറ്റ് ദ ഗോൾ ഓഫ് കമ്പനി. ഇറ്റ് ഷുഡ് ബി ക്ലിയർലി ഡിഫൈൻഡ് വാട്ട് ആക്ഷൻസ് ആർ ടു ബി ടേക്കൺ അറ്റ് വാട്ട് കണ്ടീഷൻസ്. ഇന്ന സിറ്റുവേഷൻസിൽ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ അതിൽ വിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ ഇറ്റ് ഈസ് എ പോളിസി കൺസ്ട്രെയിൻ എന്ന് പറയാം. ദെൻ ലാസ്റ്റ് വൺ ഈസ് എൻവയൺമെൻറ്റൽ കൺസ്ട്രെയിൻസ്. Operating environment or any business includes competitors' activities, rules, regulations formulated by government, labor law, union law, customer demand and expectation. These all are the factors affecting the activities of business called in environmental constraints. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബോട്ടിൽനെക്ക് എന്ന് മനസ്സിലായില്ലേ? പീപ്പിൾ കൺസ്ട്രെയിൻ, മെറ്റീരിയൽ കൺസ്ട്രെയിൻസ്, എക്യുപ്മെൻറ്റ് കൺസ്ട്രെയിൻസ്, പ്രോസസ് കൺസ്ട്രെയിൻസ്, മാനേജ്മെൻറ്റ് കൺസ്ട്രെയിൻസ്, പോളിസി കൺസ്ട്രെയിൻസ് ആൻഡ് എൻവയൺമെൻറ്റൽ കൺസ്ട്രെയിൻസ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് കൺക്ലൂഡ് ചെയ്യാം. എന്തൊക്കെയാണെന്ന് പറഞ്ഞിരിക്കണേ നമുക്ക് നോക്കാം. കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ ഇൻ ദി കേസ് ഓഫ് സർവീസ് ആൻഡ് മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻ, അതാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിൽ ഏതൊക്കെയാണ് എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്നത്? സർവീസ് സെക്ടേഴ്സിൽ ട്രാൻസ്പോർട്ടേഷൻ, ഹോട്ടൽ ഇൻഡസ്ട്രി, തിയേറ്റർ ആൻഡ് സിനിമാസ്, റെസ്റ്റോറൻറ്റ് എക്സെട്ര, ഹോസ്പിറ്റൽസ്, ദെൻ മാനുഫാക്ചറിങ് യൂണിറ്റുകൾ. അപ്പോൾ അത്രയും പറഞ്ഞു. ദെൻ അതിനുശേഷം പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് കപ്പാസിറ്റി അണ്ടർ യൂട്ടിലൈസേഷനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. അതിനുശേഷം പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള ടോപ്പിക്ക് കപ്പാസിറ്റി ആൻഡ് ബോട്ടിൽ നെക്ക്. എന്താ ബോട്ടിൽ നെക്ക്? ബോട്ടിൽ നെക്ക് എന്ന് പറയുമ്പോൾ ഡിമാൻഡ് റിക്വയർമെൻറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ദ കപ്പാസിറ്റി. ദെൻ കപ്പാസിറ്റി കൺസ്ട്രെയിൻറ്റിനെയാണ് നമ്മൾ എന്താ പറയുക? ബോട്ടിൽ നെക്ക് എന്ന് പറയാം. എങ്ങനെയാണ് പ്രൊഡക്ഷനിൽ ബുദ്ധിമുട്ടുകൾ നേരിടുക? പീപ്പിൾ കൺസ്ട്രെയിൻസ്, മെറ്റീരിയൽ കൺസ്ട്രെയിൻ, എക്യുപ്മെൻറ്റ് കൺസ്ട്രെയിൻ, ദെൻ പ്രോസസ് കൺസ്ട്രെയിൻ, മാനേജ്മെൻറ്റ് കൺസ്ട്രെയിൻ, പോളിസി ആൻഡ് എൻവയൺമെൻറ്റൽ കൺസ്ട്രെയിൻസ്. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ടെക്സ്റ്റ് ബുക്കൊക്കെ എല്ലാവരും നന്നായിട്ട് വായിച്ച് നോക്കുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു ആൾ.